മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പ് അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം മറ്റന്നാൾ. മലയാളത്തിന്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ ONV കുറുപ്പിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പനി ബാധിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് കാർഡിയോളജി വാർഡിലും പിന്നീട് ICCUയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയും 4:35 മരണം സംഭവിക്കുകയുമായിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മരണസമയത്ത് ഭാര്യ സരോജിനി, മകൾ ഡോക്ടർ മായാദേവി, മരുമകൾ എന്നിവർ ആശുപത്രിയിലുണ്ടായിരുന്നു. മകൻ രാജീവൻ മരണവിവരം അറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നു. ONV കുറുപ്പിന്റെ മരണവാർത്ത അറിഞ്ഞ് രാഷ്ട്രീയ, സാംസ്കാരിക, കലാരംഗത്തെ നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിക്കാനായി ആശുപത്രിയിലെത്തിയത്. രാത്രി 7 മണിയോടെ മൃതദേഹം വഴുതക്കാട്ടെ വസതിയിൽ കൊണ്ടുവന്നു. ഇവിടെ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ആദരാഞ്ജലി അർപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 11 മണി മുതൽ 3 മണിവരെ മൃതദേഹം VJT ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. വൈകുന്നേരം മൃതദേഹം വീണ്ടും വഴുതക്കാട്ടെ വസതിയായ ഇന്ദീവരത്തിലേക്ക് കൊണ്ടുപോകും. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ ONVയുടെ വീട്ടിൽ നിന്ന് ജീവൻ ചേരുന്നു. ജീവൻ, ആരൊക്കെയാണ് ഇപ്പോൾ ONVയുടെ മൃതശരീരം കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്? വിശദാംശങ്ങൾ. ധന്യ, ONVയുടെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനായി ഇതിനോടകം പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ONVയുടെ വസതിയായ ഇന്ദീവരത്തിൽ എത്തിച്ചേർന്നത്. സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെ ഇവിടെ എത്തിച്ചേരുകയായിരുന്നുവെന്ന് ONVയുടെ വസതിയായ ഇന്ദീവനത്തിൽ നിന്ന് ജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്. മലയാള ഭാഷയുടെ തേനും നിലാവുമായി നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു ONV കുറുപ്പ്. ഭാഷയുടെ സൂര്യഗീതമായി 7 പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്ന സ്നേഹ സാന്നിധ്യം യാത്ര പറയുമ്പോൾ മലയാണ്മയുടെ ഭാവഗീതം തന്നെയാണ് നമുക്ക് നഷ്ടമാകുന്നത്. ആരോട് യാത്ര പറയേണ്ടു ഞാൻ, മാസങ്ങളാണ്ടുകൾ അളന്നളന്നെത്തുമൊരു ബിന്ദുവിൽ ഒരു അരയാലും ഒരു ഒലിവുമരവും ഒരു ഈന്തപ്പനിയും അടുത്തടുത്ത് നിന്ന് കാറ്റിൽ സ്നേഹമർമരം കൈമാറുന്ന ഒരു ഭൂമി എന്റെ സ്വപ്നമാണ്. ഒടുവിൽ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് കവി യാത്രയായിരിക്കുന്നു. നറുമൊഴിയുടെ വളപ്പൊട്ടുകൾ ബാക്കി വെച്ച് അക്ഷരങ്ങളുടെ മയിൽപ്പീലികൾ നമുക്ക് തന്നു. കവി, ഗാനരചയിതാവ്, അധ്യാപകൻ, സാംസ്കാരിക പ്രവർത്തകൻ, വിശേഷണങ്ങൾക്ക് അതീതമായിരുന്നു 6 പതിറ്റാണ്ടിലധികമായി ഈ ഭൂമികയിൽ ആ സ്നേഹ സാന്നിധ്യം. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച ON വേലുക്കുറുപ്പെന്ന ONV കവിതയുടെ സൗന്ദര്യവും ഗാനങ്ങളുടെ അനുഭൂതിയും ഒരുപോലെ ആസ്വാദകർക്ക് പകർന്നു നൽകി. ഉജ്ജയിനി, ഭൈരവന്റെ തൊടി, ഭൂമിക്കൊരു ചരമഗീതം, അരിവാളും രാക്കുയിലും തുടങ്ങി 30ലധികം കാവ്യസമാഹാരങ്ങൾ, തോന്നിയാക്ഷരങ്ങൾ, പാഥേയം തുടങ്ങിയ 12ഓളം ഗദ്യകൃതികൾ, ബലിയെന്ന നീണ്ട കഥ. നാടക, ചലച്ചിത്രഗാന രംഗത്ത് ആ തൂലികയിൽ നിന്നും പിറവിയെടുത്ത അമൃതധാരകൾ അനവധി. ജ്ഞാനപീഠം, പത്മശ്രീ തുടങ്ങിയ പുരസ്കാര പ്രഭകൾ. കോളേജ് അധ്യാപകൻ, വകുപ്പ് തലവൻ, വിസിറ്റിംഗ് പ്രൊഫസർ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കലാമണ്ഡലം ചെയർമാൻ എന്നീ നിലകളിലുള്ള ഔദ്യോഗിക ജീവിതം. ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത എന്ന് പാടിയ കവി അധ്വാനവർഗത്തിന്റെ പ്രതീക്ഷകൾക്കൊപ്പം എന്നും നിലകൊണ്ടു. ഒരു തൊപ്പിയിലും ഒതുങ്ങാത്ത ചുരുൾമുടികൾ ചുഴന്ന്, ഒരു കുറ്റിയിലും ഒതുങ്ങാത്ത മുന്തിരിവള്ളികൾ വീശി, ഭാവവും ഭാവനയും ഭാഷയും സംഗീതവും അലിഞ്ഞ് ലയിച്ച് സ്പന്ദിക്കുന്ന കാവ്യ ചൈതന്യമാണ് ONV കവിതകൾ എന്ന് പറഞ്ഞു വെച്ച പ്രിയകവി വൈലോപ്പിള്ളിയുടെ വാക്കുകൾ അടയാളപ്പെടുത്തുന്നു ഈ ജീവിതത്തിന്റെ സമസ്ത സൗന്ദര്യവും. ചിതയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ചിറകുകൾ പൂപ്പോൽ വിടർത്തെഴുന്നേൽക്കും. മലയാളികൾക്കിനി ആ സ്നേഹ സാന്നിധ്യം സ്മരണ മാത്രം. ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പൂവുകളുടെ 1000 ചിറകുകൾ വിടർത്തുന്ന സ്നേഹ സൗരഭ്യം. ആൾത്തിരക്കേറുമീ വാഹനം എന്നെയൊരു പാൾ ചുമടായി ഇറക്കി വയ്ക്കേ. കൾച്ചറൽ ഡെസ്ക്. ആരോടും യാത്ര പറയാതെ പ്രിയ കവി യാത്രയാകുമ്പോൾ ബാക്കിയാവുന്നത് ഭാഷയുടെ നൈർമല്യമാണ്.
വാക്കുകളുടെ ധാരാളിത്തമില്ലാതെ ജീവിതത്തിന്റെ സ്വരഭേദങ്ങളെ ചേർത്തുവെച്ച കവിതയുടെ മയിൽപ്പീലി വർണ്ണങ്ങളാണ്. ആരോടു യാത്ര പറയേണ്ടു ഞാൻ, മാസങ്ങളാണ്ടുകളളന്നളന്നെത്തുമൊരു ബിന്ദുവിൽ. കവിതകളുടെ സുഹൃതം, ഭാഷയുടെ പുണ്യം. മലയാണ്മയ്ക്ക് ഭാവഗീതങ്ങളുടെ കടലാടം സമ്മാനിച്ച എത്രയെത്ര കവിതകളാണ് ആ തൂലികയിൽ നിന്നും വാർന്നൊടുക്കിയത്. മയിൽപ്പീലി, ദാഹിക്കുന്ന പാനപാത്രം, ഉജ്ജ്വയിനി, കുട്ടിയെടുത്തി, അഗ്നിശലഭങ്ങൾ, ഭൈരവന്റെ തുടി, തേനും വയമ്പും പുരട്ടി, ഇങ്ങനെ എത്രയെത്ര മധുരാക്ഷരങ്ങൾ. 15-ാം വയസ്സിലെഴുതിയ മുന്നോട്ട് എന്ന കവിത തൊട്ട് 7 പതിറ്റാണ്ട് കാലം ഭാഷയുടെ സുഹൃതാക്ഷരങ്ങളായ സൃഷ്ടികൾ അനവധി. 1949 പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യമെന്ന ആദ്യ സമാഹാരം തൊട്ട് 30ഓളം കാവ്യസമാഹാരങ്ങൾ. ചരിത്രം, പുരാവൃത്തം, ഭൂതം, ഭാവി, അക്ഷരങ്ങളുടെ പലകുറി ആവർത്തനങ്ങളിൽ സ്വപ്നങ്ങളായും ആധിയായും താക്കീതായും കവി മുമ്പേ നടന്നപ്പോൾ ആ കാവ്യസ്വരൂപത്തിന് പിൻപറ്റുകയായിരുന്നു നാം ഓരോരുത്തരും. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക്. പേരറിയാത്തൊരു പെൺകിടാവിന്റെ നേരെറിഞ്ഞും ഇനിയും മരിക്കാത്ത ഭൂമിയുടെ ആസന്നമൃതിയിൽ ആത്മശാന്തി നേർന്നും ഉൾക്കരുത്തും തനിമയും ധരിച്ചു നിൽക്കുന്ന കവിതകൾ. മണ്ണിനോടും പുഴയോടും സൂര്യനോടും നക്ഷത്രങ്ങളോടും പൂക്കളോടും ഹൃദയപക്ഷം ചേർന്ന് നിൽക്കുന്ന കവിതയുടെ സുഗന്ധം ഇനി സ്മൃതികളുടെ പൂക്കാലം മാത്രം. അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു. ന്യൂസ് ഡെസ്ക്. ONVയുടെ വിയോഗം പുരോഗമന തൊഴിലാളി പ്രസ്ഥാനത്തിന് തീരാ നഷ്ടമെന്ന് പിണറായി വിജയൻ അനുസ്മരിച്ചു. നഷ്ടമായത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികനെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രകൃതിയെയും മനുഷ്യനെയും സ്നേഹിച്ച കവിയെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രമുഖരുടെ വാക്കുകളിലേക്ക്. ONVയുടെ നിര്യാണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തീരാത്ത നഷ്ടമാണ്. കാവ്യലോകത്തെ ഒരു രക്തനക്ഷത്രമായിരുന്നു അദ്ദേഹം. എല്ലാ ഘട്ടത്തിലും തൊഴിലാളി വർഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് മലയാളത്തിൻ്റെ ആ മഹാകവി ചിന്തിക്കുകയും എഴുതുകയും ചെയ്തിരുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ONV കുറുപ്പിൻ്റെ നിര്യാണത്തിൽ ഒരു സഹോദരൻ്റെ വേർപാടാണ് എനിക്കുണ്ടായിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും അധ്വാനിക്കുന്നവരുടെയും വേദനകൾ മനസ്സിലാക്കുന്ന കവിയായിരുന്നു ONV. പൊന്നരുവാൾ, അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന കേരള ജനതയെ ഒന്നടങ്കം പാടിച്ച മഹാകവിയാണ് ONV. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഞാനും അഗാധമായി ദുഃഖിക്കുന്നു, ചെങ്കൊടി താഴ്ത്തുന്നു. 6 പതിറ്റാണ്ടിലേറെ കാലം കേരളത്തിലെ സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു പ്രവർത്തിച്ച ഒരു മഹാകവിയായ ONVയുടെ നിര്യാണം അപരിഹാര്യമായ ഒരു നഷ്ടമാണ് നമ്മുടെ സാഹിത്യ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായൊരു വക്താവായിരുന്നു ശ്രീ ONV. എല്ലാ സന്ദർഭങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികൻ എന്നുള്ള നിലയിലും ഇടതുപക്ഷത്തിൻ്റെ ഒരു ജിഹ്വ എന്നുള്ള നിലയിലും അദ്ദേഹം ഉയർന്നു നിന്നിട്ടുണ്ട്. ശ്രീ ONVയുടെ ഈ നിര്യാണത്തിൽ ഞാൻ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഭാഷയുടെ കരുത്ത് ഉയർത്തിപ്പിടിക്കാനും മലയാള ഭാഷയ്ക്ക് വേണ്ടി തൻ്റെ അവസാന സമയവും മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിക്കാനും തയ്യാറായി. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതിഹാസങ്ങളെക്കുറിച്ച് കവിത രചിക്കുമ്പോഴും സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള മാറ്റത്തിനും വേണ്ടി എപ്പോഴും തുടിച്ചുകൊണ്ടിരുന്ന ശബ്ദമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി മറ്റെല്ലാ വിഭാഗീയ ചിന്താഗതികൾക്ക് അതീതമായി മലയാളികളുടെ മനസ്സിൽ ONVയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തെ അത്യുജ്വലമായി എന്നും
മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള മഹാകാരണവന്മാരിൽ ഒരാളാണ് ശ്രീ ONV കുറുപ്പ് സാറെന്ന്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി, ഒരു കാഴ്ചപ്പാടോടുകൂടി മലയാളി സമൂഹത്തിന് എന്ന് ഹൃദ്യമായ രൂപത്തിലുള്ള കവിതകൾ എഴുതിയ ONV കുറുപ്പ് സാറിൻ്റെ ദേഹവിയോഗം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഒരു മലയാളിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സ്ഥാനം, ജ്ഞാനപീഠം അവാർഡ് നേടിയ ONV കുറുപ്പ് സാറിനെ ഞാൻ ഒരിക്കൽ കൂടി അനുസ്മരിക്കുന്നു. മലയാള കവിതയ്ക്കും മലയാള സാഹിത്യത്തിനും നഷ്ടപ്പെട്ട ഏറ്റവും വലിയ നഷ്ടമാണ് ONV കുറുപ്പ് സാറിൻ്റെ ഈ വേർപാട്. അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്നും മലയാളികളുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കും. ONVയോടുള്ള ആദരസൂചകമായി നവകേരള യാത്രയുടെ നാളെ നിശ്ചയിച്ചിരുന്ന സമാപന ചടങ്ങുകൾ മാറ്റിവെച്ചു. മാർച്ചിന്റെ സമാപനം തിങ്കളാഴ്ച ശംഖുമുഖത്ത് നടക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാറിൻ്റെ നിര്യാണത്തോടുള്ള ആദരസൂചകമായി നാളെ ശംഖുമുഖത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്നതായിട്ടുള്ള നവകേരള മാർച്ചിൻ്റെ സമാപന റാലി ഞങ്ങൾ മറ്റന്നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും മറ്റന്നാളിലെ സമാപന റാലിയുടെ ഭാഗമായിട്ട് നടത്താൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. വൈകുന്നേരം റെഡ് വോളണ്ടിയർമാരുടെ ഗാർഡ് ഓഫ് ഓണർ, അതുപോലെ തന്നെ പൊതുസമ്മേളനമെല്ലാം നേരത്തെ എങ്ങനെയാണോ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ രൂപത്തിൽ തന്നെ നടത്താനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇന്ന് കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നു. ആവേശോജ്വല സ്വീകരണമാണ് മാർച്ചിന് ഇരു ജില്ലകളിലും ലഭിച്ചത്. മാർച്ചിന്റെ അവസാന ദിന പര്യടനത്തിൽ ആദ്യ സ്വീകരണ കേന്ദ്രം ചാത്തന്നൂരായിരുന്നു. കശുവണ്ടി തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും കണ്ണീര് വീണ മണ്ണ്. ഏറെ തൊഴിലാളി വർഗ മുന്നേറ്റങ്ങൾക്ക് സാക്ഷിയായ നാട് ജനനായകനെ ആവേശത്തോടെ വരവേറ്റു. ദേശീയപാതയുടെ ഓരത്ത് ഒരു മനുഷ്യ മഹാസംഗമത്തിനാണ് ചാത്തന്നൂർ വേദിയായത്. അടുത്ത സ്വീകരണ കേന്ദ്രം പുനലൂർ. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെത്തിയ മാർച്ചിനെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചാനയിച്ചു. മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആഘോഷമായിരുന്നു വരവേൽപ്പ്. തുറന്ന വാഹനത്തിൽ പിണറായി വേദിയിലേക്ക്, അഭിവാദ്യങ്ങളുമായി ആയിരങ്ങൾ പിന്നാലെ. ജാഥാപര്യടനത്തിന്റെ അവസാന സ്വീകരണ കേന്ദ്രം ചടയമംഗലമായിരുന്നു. ചടയമംഗലം KSRTC ജംഗ്ഷനിലെ സമ്മേളനവേദി മാർച്ച് എത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ ജനനിബിഡം. ജാഥാനായകനെത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയായി. വൻ വരവേൽപ്പാണ് പിണറായിക്ക് ചടയമംഗലത്ത് ലഭിച്ചത്. കൊല്ലം ജില്ലയിൽ 3 ദിവസങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ജാഥയ്ക്ക് വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത്. നവകേരളം കെട്ടിപ്പടുക്കാനായുള്ള ജനമുന്നേറ്റത്തെ സമരപാരമ്പര്യം പേറുന്ന കൊല്ലത്തിന്റെ മണ്ണ് നെഞ്ചേറ്റി. കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തലസ്ഥാന ജില്ലയിലേക്ക് പ്രവേശിച്ച ജാഥയെ ജില്ലാ അതിർത്തിയായ തട്ടത്തുമലയിൽ സ്വീകരിച്ചു. ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ്. കൊട്ടും കുരവയും താളമേളങ്ങളുമൊക്കെയായി ആഘോഷപൂർവ്വം മാർച്ച് തലസ്ഥാന നഗരിയിലേക്ക് പ്രവേശിച്ചു. ക്യാമറമാൻമാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്.